മോൾക്ക് സ്വർണ്ണമൊന്നും അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഈ സ്വർണ്ണമായിട്ട് നാട്ടുകാരെ കാണിച്ചു നടക്കുന്നതിലൊന്നും വലിയ താല്പര്യമില്ല സജീവേട്ട. പിന്നെ സ്വർണം വേണം, അത് നമുക്കൊരു സമ്പാദ്യല്ലേ. അതെ അതെ. പിന്നെ ഇതൊന്നും എൻ്റെ അടുത്ത് പണയം വെക്കാൻ ചോദിക്കരുത് കേട്ടോ. അച്ഛൻ ചോദിച്ചപ്പോലും ഞാൻ കൊടുക്കൂല. മാറ്റം അറിയുന്ന അമ്മ പറയുന്നത്. അതും ശരിയാണ്. നമ്മളെ കണ്ടുമുട്ടി അന്ന് മുതൽ വഴക്കായിരുന്നല്ലേ, കുഞ്ഞു കുഞ്ഞു കാര്യത്തിനൊക്കെ. പക്ഷെ പിന്നെ എപ്പോഴാ സജീവേട്ടൻ എൻ്റെ അടുത്ത് ഇഷ്ടം തോന്നിയ? എനിക്ക് തന്നോട് എപ്പോഴും കിട്ടാലും ഇഷ്ടം കൂടി കൂടിയാ വന്നോണ്ടിരുന്നത്. ഇതൊന്ന് പൂവൊക്കെ സജീവേട്ടൻ റൊമാൻറ്റിക് ആണല്ലോ. ഇടയ്ക്ക് വല്ലപ്പോഴും ചിരിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെ, സത്യം പറഞ്ഞാലേ സജീവേട്ടൻ എന്നെ കല്യാണം ആലോചിച്ച് വന്നപ്പോ എനിക്ക് അത്ഭുതമാ തോന്നിയത്. എന്റെ മനസ്സിലൊന്നും നിൽക്കൂല സജീവേട്ട. എന്റെ മനസ്സിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടമല്ലാതെ വന്നു കഴിഞ്ഞാലേ ഞാനത് അപ്പൊ തന്നെ പറയും. സജീവേട്ടൻ എന്റെ അടുത്ത് എല്ലാം പറയണം കേട്ടോ, ഒന്നും മറച്ചു വയ്ക്കല്ലേ. പറയോ? സത്യം പറയാം. അതെന്താ? അതച്ഛൻ. അച്ഛനാ? അതെന്താ? അതൊന്നുമില്ല, വെറുതെ വെള്ളം വെക്കുന്നത്. അങ്ങനെയല്ല, നോക്കിട്ട് എവിടെ പോകുന്നു? ഒന്ന് നോക്കിട്ട് വരാം. അതെവിടെ? എല്ലാരും 9 മണിയാകുമ്പോ കിടന്നുറങ്ങും. മര്യാദയ്ക്ക് ഇരിക്കാം. ഞാൻ നോക്കിട്ട് വരാം. ഞാൻ ഉറങ്ങും കേട്ടോ. ഞാൻ നോക്കിട്ട് വരാം. എത്ര എണ്ണം കേറ്റി? ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, ഈ അടുത്തുള്ള അലവലാദികളുടെ കൂടെ കൂടരുതെന്ന്. എനിക്കൊരു കമ്പനി താനാ സെബാസ്റ്റിന്റെ കയ്യിൽ കാശും കൊടുത്തു വിട്ട് തനിക്ക് വേണ്ടി എന്റെ കയ്യിൽ നിന്ന് കുപ്പി മേടിക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്റെ കുപ്പിയാടി. പട്ടാളത്തിൽ വെടിയുണ്ടക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് നിന്നതിന് കിട്ടിയതാടി അത്. അതിപ്പോ നിന്റെ കയ്യിൽ നിന്ന് കാശും കൊടുത്ത് വാങ്ങേണ്ട ഗതികേടായി എനിക്ക്. നിങ്ങൾക്ക് ഇത് അച്ഛൻ ഇടയ്ക്കുള്ളതാ മോനെ. മോൻ പോയി കിടന്നോ? കെട്ടിറങ്ങട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഒലത്തും. അച്ഛൻ ഈ തണുപ്പത്തെടുക്കാൻ പോയണോ? ഞാൻ പുതപ്പെടുക്കട്ടെ? വേണ്ടട മോനെ, അങ്ങ് കാശ്മീരിൽ കൊടും തണുപ്പത്ത് ഒന്നുമില്ലാതെ കിടന്നിട്ടുണ്ട് ഈ ഗോപി. അപ്പോഴേ ഈ തണുപ്പ് ഒരു ഫുള്ള് മുഴുവൻ കഴിച്ചാലും ഈ ഗോപി ഏത് എവറസ്റ്റും കയറും. ഇടയ്ക്കൊക്കെ അവളോട് ഇതൊക്കെ പറയണമെങ്കിലേ ഇങ്ങനെയൊക്കെ വേണം. മോൻ പോയി കിടന്നു. ശരി. ഉറങ്ങിയ ദൈവമേ. ആരാ സജീവായിട്ട് രാത്രി മെസ്സേജ് അയക്കുന്നത്? അതൊരു ഫ്രണ്ടാ. നീ ഉറങ്ങിയില്ലല്ലേ? ഞാൻ ഉറങ്ങി. എനിക്കിങ്ങനെ ഉറക്കം വരുന്നില്ല. വീട് മാറി കിടന്നിട്ടാ തോന്നുന്നു. ഗുഡ് നൈറ്റ്. കയ്യിലെ കാശും കൊടുക്കണം നമ്മൾ തന്നെ പൊതിയണം. ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, ഇത് വേണോ? കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമല്ലേ ഉള്ളൂ. പിച്ചി മോളെന്ത് വിചാരിക്കും? സജീവനെ കാണുന്ന ഇപ്പം തന്നെ നിർബന്ധം പറഞ്ഞു നീയല്ലേ? അത് ഇതും കൊണ്ട് പോകാനാണ്. അവൻ പോയിട്ട് 2 ദിവസമായില്ലേ? നമ്മളൊന്നും അന്വേഷിക്കണ്ടേ? പിന്നെ അളിയൻ സ്നേഹം. അളിയനല്ലടാ, അവനെനിക്ക് അനിയനെ പോലെയാണ്. സെന്റിമെന്റ്സ് ഒക്കെ അവിടെ നിന്നിട്ട് 2 അടിച്ചിട്ട് വണ്ടി വിട്ടെ. ഓ, ജോലിയില്ലാത്ത ദിവസം സജീവനൊരു പണിയായി അല്ലേ? സത്യം പറഞ്ഞ എൻ്റെ ഭാര്യയും മോളും വളരെ സ്നേഹമുള്ളവരാ. പക്ഷെ ഈ സ്നേഹമൊക്കെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. പക്ഷെ എൻ്റെ മോൻ റെജി നേരെ തിരിച്ചായിരുന്നു. അവന് സ്നേഹിക്കുവാനും സ്നേഹം പ്രകടിപ്പിക്കുവാനും ഒക്കെ അറിയാം. ഞാനവനിതേ ഇതുപോലെ ഇരുന്ന് പല വിശേഷങ്ങളും പറയും. ചെറുതൊരെണ്ണം മേടിച്ച് രഹസ്യത്തിലടിക്കും. എല്ലാം തുറന്ന് പറയുന്നവനാ. അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്നോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് അവന് തോന്നിക്കാണും. അല്ലാതെന്താ?
ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കൊച്ചിനെയാ അവൻ പ്രേമിച്ചത്. എന്നിട്ട് ആ കുട്ടി ആ കൊച്ചിനെ ദൂരെ എവിടേക്കോ കെട്ടിച്ചു വിട്ടു. അവൻ തൂങ്ങിയപ്പോ ആർക്ക് പോയി? ചിലരുടെ ആവശ്യമില്ലാത്ത വാശി, അല്ലാതെ എന്താ അല്ലേ? അച്ഛൻ്റെ വീട്ടിലൊന്നും പോകാറില്ലേ? സഹോദരങ്ങളൊക്കെ അവരവരോട് വഴിക്ക് പോയി. പിന്നെ വല്ല കല്യാണത്തിനോ മരിച്ച വീട്ടിലോ വന്നാൽ കാണും. ഉം. മുത്തശ്ശി ഇപ്പോഴും ഉണ്ട്. 90 വയസ്സായി. എന്നെ വളർത്തിയത് മുത്തശ്ശിയാ. എല്ലാ മാസവും കോട്ട മേടിക്കാൻ എറണാകുളത്ത് പോകുമ്പോൾ മുത്തശ്ശിയുടെ അടുത്തിറങ്ങും. അതാണ് ഒരു ആശ്വാസം. ഇപ്പൊ എൻ്റെ അനുജൻ സുരേന്ദ്രന്റെ കൂടെയാ. അച്ഛനെന്താ ഇവിടെ നിൽക്കുന്നത്? റേഷൻ കടയിൽ പോകുന്നില്ലേ? മാസത്തിൽ ഒരു തവണ പോയപ്പോ വിജയ്, അടുത്ത ആഴ്ച മണ്ണെണ്ണ വരൂ. എന്റെ അച്ഛ അവിടെ പോയി നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ തിരിച്ചോണ്ടിക്കാതെ പോയി നോക്കാൻ നോക്കും. ഓ ഞാൻ പോവാം. ഇനി അതും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാം. അച്ഛനോട് ഞാൻ പോയിട്ട് വരാം. സജീവേട്ടാ ഇവിടെ നിൽക്ക്. പോയൊന്നും ശീലമില്ലല്ലോ. സജീവേട്ടനെ പോത്തിന് തീറ്റിട്ടാ. ശരിയേ? പിന്നെ പോത്തിനെ തീറ്റി നല്ല ശീലാണല്ലോ. ആ അവിടെ ഉണ്ട് സംഭവം. ആ ദാസേട്ടനോ? ഓ ആ ദാസേട്ടാ നീ ആ പോത്തിന് കെട്ടിട്ട് വാ. വാ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വരുന്നു. സുനിതേച്ചി പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എന്താ ദാസേട്ടാ വിശേഷം? ഡാ നിനക്കൊരു പോത്തിന് കിട്ടിയില്ല. രമേശ് ചേട്ടൻ ഭയങ്കര കോമഡി ആണല്ലോ. അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴും. വാ വാ വാ. ബിജിക്ക് ഇതൊന്നും കുഴപ്പമില്ലല്ലോ. അയ്യോ എനിക്കെന്ത് കുഴപ്പം. സജീവേട്ടൻ ഇവിടെ ഒരു കമ്പനി ഇല്ലാതെ ബോറടിച്ചിരിക്കുകയായിരുന്നു. കമ്പനിക്ക് ഗോപിയേട്ടനെ കൂട്ടി ഫുള്ള് മാച്ച സുഖമായിട്ട് അടിച്ചൂടെ? ഞാൻ പട്ടാളത്തിൽ ചേർന്നപ്പോഴേ കുടി നിർത്തിയതാ. ഗോപിയേട്ടനെപ്പോഴാ പട്ടാളത്തിൽ ചേർന്നേ? 17-ാം വയസ്സിൽ. അപ്പൊ അതിന് മുന്നേ നല്ല അടിയായിരുന്നു. അവിടെ ഇതൊക്കെ പതിവാണോ ദാസേട്ടാ? അയ്യോ അങ്ങനെ പതിവൊന്നുമില്ല, വല്ലപ്പോഴും ഒരു സന്തോഷത്തിന്. പക്ഷെ എല്ലാ ദിവസവും സന്തോഷം ഉണ്ടാവുന്ന മാത്രല്ലേ. എന്നാ പിന്നെ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഒന്നും വേണ്ട മോളെ. ഇല്ല കുഴപ്പമില്ല ദാസേട്ടാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. എന്തേലും ടച്ചിങ്സ് എടുത്താൽ മതി. അച്ചാറ് മാത്രമേ ഉള്ളൂ. മതിയോ? മതി, ഇതാ. ഇപ്പൊ കൊണ്ടുവരാം. അപ്പൊ ചിയേഴ്സ്. അപ്പൊ ചേസ്. ഓക്കെ ചെറിയൊരു സിപ്പ്. വേണ്ട. കുഴപ്പമൊന്നുമില്ലട്ടാ, നീ രക്ഷപ്പെട്ടു. കുഞ്ഞോളിയേച്ചി അയ്യോ ഇവിടെ അല്ല, കുഞ്ഞോളിയേച്ചി അവിടെ പോയോ? അത്രേ ഉള്ളൂ. അവള് പഞ്ചായത്ത് വരെ പോയതാ. എപ്പോ വേണമെങ്കിലും വരാം. ഇത് മിലിറ്ററിയാണ്. ഒന്നൊഴിക്കട്ടെ. നിങ്ങൾ കഴിക്ക്. എനിക്ക് റേഷൻ കട വരെ ഒന്ന് പോകാം. അതെന്ത് പോക ഗോപിട്ടാ? ഇന്നും കൂടെ മണ്ണെണ്ണ കിട്ടൂ, അതുകൊണ്ടാ. നിങ്ങൾ കഴിക്ക്. ശരി. ഇയാളൊരു മണ്ണെണ്ണയല്ലേ? ഏയ് അച്ഛനൊരു പാവം. ബിജീനെ കെട്ടിയതോടെ അവൻ രക്ഷപ്പെട്ടാ. എന്ത് നല്ല പെരുമാറ്റ. അവളാണ് പെണ്ണ്. ഒരു വീഡിയോ എടുത്ത് നോക്കിണ്ടായിരുന്നു എന്റെ പെണ്ണും വെള്ളമൊന്നും കണ്ടുപിടിക്കാൻ. ഇപ്പൊ നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? കറക്റ്റ് അല്ലേ? എന്തെങ്കിലും ടെൻഷൻ പോലെ. സാറേ അടിച്ചിട്ടില്ല സാറേ. അത് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങോട്ട് ഊറ, ശരിക്കും ഊറ അങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ട് ഇറങ്ങ, ഇറങ്ങി വേടാ. ഹലോ അല്ല സാറേ. ഹലോ കാട്ട്. എന്ത് കാണിക്കാൻ? എനിക്ക് തരാൻ ഊതാൻ. ഇത് എന്ത് ഊതാൻ? പരിപാടിയാണ്? നിന്നെ ഊതിക്കണം. എല്ലാത്തിനും ഒരു വ്യവസ്ഥത വേണേ കാര്യങ്ങൾക്ക്. എന്റെ സാറേ സാറേ, ഉമ്മ രണ്ടും നിയമം എല്ലാവർക്കും ഒരു പോലെയാ. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുള്ള എന്നിട്ട് എനിക്ക് ഊതാൻ തന്നിട്ടില്ല. നിനക്ക് തന്നെ ഞാൻ തരാൻ വേറെ സാധനം വേണോ? ഏയ് അത് വേണ്ട. ഒരു ഒത്തുകാരൻ വന്നേക്കണേ, രണ്ടേ പിടിച്ച് വണ്ടി കേട്ടോളൂ. സാറേ സാറേ സാർ ഒന്ന് ആ ക്ഷമിച്ചു കൂടെയുള്ളവന്റെ കുഴപ്പം എന്തായിരുന്നല്ലോ? സാറേ പ്ലീസ്. അതിന് ഞാനും തൊട്ട് പറഞ്ഞേ അവിടെ കോഴി കൊണ്ട് കൊടുക്കണതാ, മനസ്സിലായ?